Some people question why they put so much money into the cars. The simple fact is, that is what makes them happy. Yes, they are spending money on the passion. Next is RPL, for those who love being a car enthusiast. ലാബ് 47 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓഡി A7 ആണ്. ഇതിൽ നമ്മൾ വരുത്തിയിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഓഡി RS7ലേക്ക് നമ്മൾ വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് ചേഞ്ച് വന്നിരിക്കുന്നത് എന്താ, ഫ്രണ്ട് ബമ്പേഴ്സ്, പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ ഡിഫ്യൂസേഴ്സ് വന്ന്, പിന്നെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 20 ഇഞ്ചിൻ്റെ ഓസൻ 10.5J വീൽസാണ് യൂസ് ചെയ്യുന്നത്. അതിൽ CVT, പിന്നെന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നത് ഡൺലപ്പിൻ്റെ ലോ പ്രൊഫൈൽ ടയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചെയ്തിരിക്കുന്ന വോസിൻ്റെ വീൽസ് എന്ന് പറയുമ്പം ഇത് ഒറിജിനൽ വോസിൻ്റെ 20 ഇഞ്ച് വീൽസാണ് യൂസ് ചെയ്യുന്നത്. അതിൽ CVT എന്ന് പറയുന്ന ഗ്രാഫൈറ്റ് കളേഴ്സ്, ആ വീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒന്നാമത് ഇങ്ങനത്തെ വണ്ടികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കൂടുതലായിട്ടും റെപ്ലിക്ക വീൽസിലേക്ക് പോകാതിരിക്കുക. അതായത് ബ്രാൻഡഡ്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോഡ് വെയ്റ്റ്, പിന്നെ അതുപോലെ മേജർ ഫാക്ടറായിട്ടുള്ള ഓഫ്സെറ്റ്, ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും ഈ എന്താ പറയുക, നമ്മളെ ബ്രാൻഡഡ് വീൽസിലേക്ക് പോകാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഇതിന് മെയിൻലി വോസൻ തന്നെ ചൂസ് ചെയ്യാൻ കാരണം. ഓഡി A7 3.0 ക്വാർട്ടർ എഞ്ചിനാണ് ഇത് വരുന്നത്. ഇത് V6 ഡീസൽ എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഇത് 8 സ്പീഡ് എസ്ട്രോണിക് ഗിയർ ബോക്സ് ആണ് ഇതിന് വരുന്നത്. പിന്നെ പവറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 245 PS ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. A7നെ കുറിച്ച് വേറെ പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് എയർമാറ്റിക് സസ്പെൻഷനാണ്. അതേപോലെ ഇത് നമുക്ക് ഹൈറ്റ് കൂട്ടാനും അതേപോലെ തന്നെ കുറയ്ക്കാനും നമ്മൾ ഇതിന് എയർമാറ്റിക് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പോർട്സ് കാർ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഫീലാണ്. നമ്മൾ ഒരിക്കലും ഒരു ഡീസൽ കാർ യൂസ് ചെയ്യുന്ന ആ ഒരു ഫീൽ എന്തായാലും ഇല്ല. ഒരു ജസ്റ്റ് ലൈക്ക് പെട്രോൾ വേരിയൻ്റ് ഓടിക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ്. പിന്നെ എന്ന് പറയാൻ ഇതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പപ്പ് സ്പോയിലേഴ്സ്, ഇതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്പോയിലേഴ്സാണ് ഇതിന് വരുന്നത്. നമ്മളെ ഉള്ളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പോയിലേഴ്സാണ് ഇതിന് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞാൽ നെക്സ്റ്റ് വെച്ചാൽ സക്കിംഗ് സിസ്റ്റം, ഡോറിന് വരുന്ന സക്കിംഗ് സിസ്റ്റമാണ് പിന്നെ ഇത് വരുന്നത്. ഇത് ഡോർ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്താൽ തന്നെ സക്കിംഗ് സിസ്റ്റം, ഇതിനാണ് നമ്മൾ സക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ വണ്ടികൾക്കുള്ള പോലെ തന്നെ സൺറൂഫ്സ് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ നമ്മൾ കംഫർട്ട് മോഡ്, പിന്നെ അതേപോലെ തന്നെ എക്കണോമി മോഡ്സ്, അങ്ങനെ എല്ലാവിധം ഒരു ഒന്നിച്ച് ചേരുന്ന ഒരു തരം സ്പോർട്സ് കോമ്പാക്ട് വെഹിക്കിൾ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം.
നമ്മളിത് കസ്റ്റമർ കൂടുതൽ ഒരു സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ലാബ് 47ലേക്ക് വന്നിരിക്കുന്നത്. കസ്റ്റമർ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ RS7 വേർഷനിലേക്ക് മാറണം. അപ്പം RS7 എന്ന് പറയുമ്പം നമ്മളത് ഒരിക്കലും പറയല്ല. അത് RS7 വരുന്നത് V8 പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇതിനിപ്പം V6 എഞ്ചിനാണ് വരുന്നത്. ഇതിലിപ്പം മാറ്റങ്ങൾ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബമ്പേഴ്സാണ് ഇതിന് മെയിനായിട്ട് മാറ്റം വന്നിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫ്യൂസർ ബാക്ക്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സാധാരണ വരുന്നത് വെച്ചാൽ ഡുവൽ പൈപ്സ് ആണ്, കോഡ് എക്സോസ്റ്റ് ഡുവൽ പൈപ്സ് ആണ് വരുന്നത്. എന്നിരുന്നാലും നമ്മൾ എഡീഷണൽ ഇതിനൊരു ഡിഫ്യൂസർ ചെയ്തു, അത് ഈ കിറ്റിൻ്റെ കൂടെ വന്നിരിക്കുന്നതാണ്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് വെച്ചാൽ മെയിൻലി വീൽസിനെ കുറിച്ച് തന്നെയാണ് കൂടുതലായിട്ടും ഇതിൽ പറയാനുള്ളത്. കാരണം വീൽസ് എന്ന് പറഞ്ഞാൽ വോസൻ്റെ വീൽസ് എന്ന് പറയുമ്പം നമുക്ക് ഒട്ടുമിക്ക ഈ കാർ എൻതൂസിയാസ്റ്റ് ആൾക്കാർക്കൊക്കെ അറിയാം ഈ ഒരു വോസൻ എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പം അത് കൂടുതലായിട്ടും ഇതിലേക്ക് കൊടുത്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ കസ്റ്റമർ കൂടുതൽ സജസ്റ്റ് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഒബ്ജക്റ്റിലേക്കോ അല്ലെങ്കിൽ റെപ്ലിക്ക ഒബ്ജക്റ്റിലേക്കോ പോകാൻ തീരെ താല്പര്യമില്ല. പിന്നെ ലാബ് 47 നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യത്തിന് കൂടുതലായിട്ട് എൻകറേജും ചെയ്യില്ല. മെയിൻലി നമ്മൾ ചെയ്യുന്ന മോഡിഫിക്കേഷനിൽ മെയിൻലി ജെനുവിൻ ആയിട്ടുള്ള ആക്സസറീസ് വെച്ചിട്ടാണ് കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. We're asking you right now to heal him. Oh, heal him, dear Lord, so we can hold him and see his smile again. In your name we pray. Amen. Always wear your seatbelts and have a safe journey. This is Dhruv signing off.